പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇസ്ലാമാബാദിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചു എന്ന വാർത്തകൾ ഇറാൻ ഔദ്യോഗികമായി നിഷേധിച്ചതോടെ നയതന്ത്ര ചർച്ചകൾ വീണ്ടും വഴിമുട്ടിയിരിക്കുകയാണ്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ തുടരുന്നിടത്തോളം കാലം ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന ഇറാന്റെ കർക്കശമായ നിലപാട് മേഖലയെ വീണ്ടും ആശങ്കയുടെ മുൻപിൽ എത്തിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടു വന്ന രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാർ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. അതിലോലമായ ഈ സമാധാന ഉടമ്പടി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ലോകം വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ലെബനനിലെ സാഹചര്യങ്ങൾ കൂടി ഈ കരാറിന്റെ പരിധിയിൽ വരുമോ എന്ന കാര്യത്തിൽ ഉണ്ടായ അവ്യക്തതയാണ് ഇപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ലെബനന് നേരെ ഉണ്ടാകുന്ന ഓരോ ആക്രമണവും ഇറാന്റെ ക്ഷമ പരീക്ഷിക്കുന്നതാണ്. ലെബനനെ ഒഴിവാക്കിക്കൊണ്ട് ഇറാനുമായോ ഹിസ്ബുള്ളയുമായോ ഒരു സമാധാന ചർച്ച സാധ്യമല്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങളുടെ സഖ്യകക്ഷികൾ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദരായിരിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വങ്ങളിൽ നിന്ന് വരുന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ്. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വാഷിംഗ്ടണും ടെല്ലവീവും വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഈ ആശയക്കുഴപ്പം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഇറാൻ സംശയിക്കുന്നു. പാകിസ്ഥാൻ ഈ വിഷയത്തിൽ വലിയ നയതന്ത്ര സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത്. മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ മധ്യസ്ഥനായി രംഗത്തിറങ്ങിയ പാകിസ്ഥാന് ആക്രമണങ്ങൾ തുടരുന്നത് തങ്ങളുടെ പരിശ്രമങ്ങളെ തകിടം മറിക്കുമെന്ന ഭയമുണ്ട്. ആക്രമണം തുടരുന്നത് സമാധാന ശ്രമങ്ങളെ പാളം തെറ്റിക്കുമെന്ന് ഇസ്ലാമാബാദ് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ തെറ്റാണെന്ന് ടെഹ്റാൻ വ്യക്തമാക്കിയത് ഒരു വലിയ രാഷ്ട്രീയ നീക്കമായാണ് നിരീക്ഷകർ കാണുന്നത്. ചർച്ചകൾക്ക് തങ്ങൾ വഴങ്ങുന്നു എന്ന തോന്നൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ലെബനനിലെ സൈനിക നടപടികൾ നിർത്തലാക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് അവർ ആവർത്തിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ഇത് ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ അത് മേഖലയിലുടനീളം ഒരു വലിയ യുദ്ധത്തിന് വഴിമരുന്നിടും. ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യവും ഇറാന്റെ സൈനിക കരുത്തും ഈ സംഘർഷത്തിൽ നിർണായകമാകും. ഇസ്രയേൽ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ പ്രാദേശിക സ്വാധീനം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ രണ്ട് താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ലെബനനിൽ നാം കാണുന്നത്. ലെബനനിലെ ജനത ഈ രാഷ്ട്രീയ കളികളുടെ ഇരകളായി മാറുകയാണ്. അവിടെ തുടരുന്ന ഓരോ ആക്രമണവും ചർച്ചാമേശയിലെ ഓരോ കസേരയും ഒഴിഞ്ഞുകിടക്കാൻ കാരണമാകുന്നു. അമേരിക്കൻ വിദേശ നയം ഇപ്പോൾ വലിയൊരു പരീക്ഷണത്തെയാണ് നേരിടുന്നത്. വെടിനിർത്തൽ ഉറപ്പാക്കാൻ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് വലിയ തിരിച്ചടിയാണ്. വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം ഇറാൻ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തങ്ങളെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാൻ സമ്മർദ്ദതന്ത്രങ്ങൾ പയറ്റുന്നതിന് പകരം പ്രായോഗികമായ നടപടികളാണ് വേണ്ടതെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. നയതന്ത്ര ലോകത്ത് ഓരോ നീക്കവും കൃത്യമായ അർത്ഥങ്ങളുള്ളതാണ്. ഇറാൻ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അവരുടെ ബലഹീനതയല്ല, മറിച്ച് തങ്ങളുടെ നിലപാടുകളിലെ ദൃഢതയാണ് കാണിക്കുന്നത്. ലെബനനെ ഒരു സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കാതെ മുന്നോട്ടുള്ള ഒരു ചർച്ചയും ഫലം കാണില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യൻ സമാധാനത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. എന്നാൽ ആയുധങ്ങൾ സംസാരിക്കുന്നിടത്ത് നയതന്ത്രത്തിന് വലിയ സ്ഥാനമില്ലെന്ന് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. ഇസ്ലാമാബാദിലെ ചർച്ചകൾ സജീവമാകണമെങ്കിൽ അതിർത്തികളിൽ വെടിയൊച്ചകൾ നിലയ്ക്കണം. ഇത് പാകിസ്ഥാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ മറ്റു രാജ്യങ്ങളും ഈ സാഹചര്യത്തെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. ഒരു പ്രാദേശിക യുദ്ധം ആഗോള എണ്ണ വിപണിയെയും ഗതാഗത പാതകളെയും തകർക്കും. സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അതെല്ലാവരെയും ബാധിക്കുന്ന ഒന്നായി മാറും. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്ന പ്രസ്താവനകൾ അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. വെടിനിർത്തൽ കരാർ എന്നത് വെറുമൊരു കടലാസ് തുണ്ടല്ലെന്നും അതിന് പ്രായോഗികമായ വശങ്ങൾ ഉണ്ടെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. ലെബനനിൽ വിരിയുന്ന ചോരപ്പാടുകൾ കാണാതെ
തങ്ങൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന ഇറാന്റെ നിലപാട് നൈതികമായും രാഷ്ട്രീയമായും ശക്തമാണ്. ഇസ്രയേൽ ഭരണകൂടത്തിനുള്ളിലെ ഭിന്നതകളും ഈ പ്രതിസന്ധിയെ സങ്കീർണമാക്കുന്നുണ്ട്. യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരും സമാധാനത്തിനു വേണ്ടി വാദിക്കുന്നവരും ഇസ്രയേലിലുണ്ട്. ഈ ആഭ്യന്തര രാഷ്ട്രീയം പലപ്പോഴും വെടിനിർത്തൽ കരാറുകളെ ദോഷകരമായി ബാധിക്കുന്നു. വാഷിംഗ്ടണിന്റെ ഉപദേശങ്ങൾ പലപ്പോഴും ടെല്ലവീവ് അവഗണിക്കുന്നത് ഇതിന്റെ തെളിവാണ്. ഇറാന്റെ കടുത്ത നിലപാട് ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇത് യുദ്ധഭൂമിയിലെ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇരുപക്ഷത്തെയും ഒരേ സമയം സംതൃപ്തിപ്പെടുത്തുക എന്നതാണ്. പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇത് കൂടുതൽ പ്രയാസകരമാണ്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോൾ തന്നെ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധവും അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ബാലൻസിംഗ് ആക്ട് പരാജയപ്പെട്ടാൽ പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളും അവസാനിക്കും. ലബനനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നത് ഒരു മുൻകൂർ വ്യവസ്ഥയായി ഇറാൻ ഉയർത്തിക്കാട്ടുന്നത് തന്ത്രപരമായ നീക്കമാണ്. ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രതിരോധത്തിലാക്കുന്നു. സമാധാനം വേണമെങ്കിൽ ആക്രമണം നിർത്തുക എന്ന ലളിതമായ യുക്തിയാണ് ഇറാൻ ഇവിടെ പ്രയോഗിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളിൽ പലപ്പോഴും സത്യാവസ്ഥയേക്കാൾ കൂടുതൽ ഊഹാപോഹങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. പാകിസ്ഥാനിലേക്ക് ഇറാൻ സംഘം പുറപ്പെട്ടു എന്ന വാർത്ത ഇത്തരമൊരു ഊഹാപോഹമായിരുന്നു. ഇത് നിഷേധിച്ചതിലൂടെ ചർച്ചകളിലൂടെ ഗതി നിയന്ത്രിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചു. സമാധാന ചർച്ചകൾക്കായി ഒരുങ്ങുന്നതിന് മുൻപ് ചില അടിസ്ഥാന കാര്യങ്ങളിൽ ധാരണയിലെത്തേണ്ടതുണ്ട്. അതിലൊന്നാണ് വെടിനിർത്തലിന്റെ വ്യാപ്തി. ഇത് ലെബനൻ വരെ നീളുന്നില്ലെങ്കിൽ ഇറാൻ ആ ചർച്ചകളിൽ ഒരു ഭാഗമാകില്ല. മേഖലയിലെ സമാധാനത്തിന് വേണ്ടി ഇറാൻ നൽകുന്ന വില അവരുടെ സഖ്യകക്ഷികളുടെ സുരക്ഷ കൂടിയാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ്. ലെബനിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ അവസാനിപ്പിക്കാൻ തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. അതിന് അമേരിക്ക നൽകുന്ന സമ്മർദ്ദം എത്രത്തോളം ഫലപ്രദമാകും എന്നതും കണ്ടറിയണം. ഇതിനിടയിൽ ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. മേഖലയിലെ അസ്ഥിരത ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും. അതിനാൽ തന്നെ ലോകശക്തികൾ ഈ വിഷയത്തിൽ എത്രയും വേഗം ഒരു പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇറാന്റെ വിദേശ നയം എപ്പോഴും പ്രവചനാതീതമാണ്. എങ്കിലും ലബനൻ വിഷയത്തിൽ അവർ കാണിക്കുന്ന സ്ഥിരത ശ്രദ്ധേയമാണ്. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഏത് വലിയ ചർച്ചയിൽ നിന്നും പിന്നോക്കം പോകാൻ തങ്ങൾക്ക് മടിയില്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ നൽകിയ മുന്നറിയിപ്പ് ഗൗരവകരമാണ്. ആക്രമണം തുടരുന്നത് സമാധാന ശ്രമങ്ങളെ പാളം തെറ്റിക്കുമെന്ന അവരുടെ വാക്കുകൾ ലോകം കേൾക്കേണ്ടതുണ്ട്. ഒരു വിപുലമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല. നയതന്ത്ര ചർച്ചകളിൽ വാക്കുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ ആ വാക്കുകൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാത്ത പക്ഷം അവയ്ക്ക് യാതൊരു വിലയുമില്ല. അമേരിക്കയും ഇസ്രയേലും ലെബനൻ വിഷയത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാതെ ഇറാന്റെ സഹകരണം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിലുള്ള അവിശ്വാസം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പാകിസ്ഥാൻ എന്ന മൂന്നാമതൊരു രാജ്യത്തിന്റെ സാന്നിധ്യം ഈ അവിശ്വാസം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ലെബനൻ പ്രശ്നം അത് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സമാധാനത്തിലേക്കുള്ള പാത കഠിനമാണ്. അത് മുനമ്പിലൂടെയുള്ള നടത്തം പോലെ അപകടകരവും. ലെബനിലെ ജനതയുടെ സുരക്ഷയും ഇറാന്റെ രാഷ്ട്രീയ നിലപാടുകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം കാലം സമാധാനം എന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. ഇറാന്റെ നിഷേധം കേവലം ഒരു വാർത്താക്കുറിപ്പല്ല, അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. ലെബനിലെ സാഹചര്യം മാറാതെ തങ്ങൾ ചർച്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാട് പശ്ചിമേഷ്യയിലെ യുദ്ധകാഹളത്തെ വീണ്ടും ഉച്ചത്തിലാക്കുന്നു. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അടുത്ത നീക്കം ആരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ്. യുദ്ധവും സമാധാനവും തമ്മിലുള്ള ഈ വടംവലിയിൽ ആരാണ് ജയിക്കുക എന്നത് കാലം തെളിയിക്കും. എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വം മേഖലയെ കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണ്. നയതന്ത്രത്തിന്റെ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ലെങ്കിലും അവ തുറക്കാൻ വലിയ പ്രയത്നം ആവശ്യമാണ്. ലെബനിലെയും മറ്റു പ്രദേശങ്ങളിലെയും സാധാരണ ജനങ്ങളുടെ സമാധാനമാണ് പ്രധാനം. രാഷ്ട്രീയ നേതാക്കൾ ചർച്ചാമേശകളിൽ കളികൾ നടത്തുമ്പോൾ ഭൂമിയിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ.
ഇറാന്റെ ഈ പുതിയ നിലപാട് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അടുത്ത അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലബനൻ എന്ന ഘടകത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സമാധാനവും സാധ്യമല്ലെന്ന കടുത്ത യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിൽ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിൽ നിർണായകമാകും.